തലകുലുക്കി ചെവിയും വാലും മാട്ടിയും തുമ്പിക്കൈ ഉയർത്തിയും വെള്ളം ചീറ്റി കോമ്പാറ കണ്ണൻ എന്ന യന്ത്ര ആന ഇനി മുതൽ കോമ്പാറ ശ്രീകൃഷ്ണ ക്ഷേത്രമുറ്റത്തുണ്ടാകും. പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആനിമൽസ് ഇന്ത്യ എന്ന സംഘടനയും സിത്താറിസ്റ്റുമായ അനുഷ്ക ശങ്കറും ചേർന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമ്മാനിച്ച മെക്കാനിക്കൽ ആനയുടെ സമർപ്പണം നടന്നു. ഉണ്ണായി വാര്യർ കലാനിലയം സെക്രട്ടറി സതീഷ് വിമലൻ ആനയുടെ സമർപ്പണം നിർവഹിച്ചു. കഴുത്തിൽ മണിയും വടവും കെട്ടി സ്വർണവർണ്ണ നെറ്റിപ്പട്ടം ചാർത്തി നിന്ന കോമ്പാറ കണ്ണനെ കാണാൻ നിരവധി പേർ എത്തിയിരുന്നു. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് സമർപ്പണ ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രം സെക്രട്ടറി കാവനാട് രവി നമ്പൂതിരി, ഹെറിറ്റേജ് അനിമൽ ടാസ്ക് ഫോഴ്സ് പ്രതിനിധി വെങ്കിടാചലം, ശ്രീകുട്ടി രാജെ, അനുഷ്ക യാദവ്, ശ്രേയ മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കാവനാട് മനയുടെ കീഴിൽ വരുന്ന 100ഓളം വർഷം പഴക്കമുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ 2016 മുതൽ ഉത്സവത്തിന് തേരിൽ എഴുന്നള്ളിപ്പ് നടക്കുന്നതിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിഞ്ഞ പെറ്റ ഇന്ത്യ ക്ഷേത്രം അധികൃതരെ സമീപിച്ച് മെക്കാനിക്കൽ ആനയെ നൽകാം എന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ദുബായ് ഫെസ്റ്റിവലിന് ഉൾപ്പെടെ മെക്കാനിക്കൽ ആനകളെ നിർമ്മിച്ചു നൽകിയ ചാലക്കുടി പോട്ട ഫോർ ഹി ആർട്സ് ക്രിയേഷനിലെ ശില്പികളായ പി പ്രശാന്ത്, കെ എം ജിനേഷ്, എം ആർ റോബിൻ, സാൻജോ ജോസ് എന്നിവരാണ് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ആനയെ നിർമ്മിച്ചത്. ക്ഷേത്രത്തിലെ സ്ഥലപരിമിതിയും ആനയേക്കം, ചമയം, മറ്റു സാമ്പത്തിക ചെലവുകളും ആന വിരണ്ടോടിയുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒഴിവാക്കാനാണ് ആന എഴുന്നള്ളിപ്പ് വേണ്ട എന്ന തീരുമാനം ക്ഷേത്ര കമ്മിറ്റി എടുത്തത്. ക്ഷേത്രാചാരങ്ങൾ മറ്റും തെറ്റാതെ നടക്കുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉത്സവത്തിൽ വെടിക്കെട്ട് പോലുള്ള പരിപാടികൾ നടത്താറില്ല. തേരിൽ എഴുന്നള്ളിപ്പ് ആരംഭിച്ചതോടെ ഭക്തരും അത് ഏറ്റെടുത്തു എന്ന് ക്ഷേത്രം സെക്രട്ടറി കാവനാട് രവി നമ്പൂതിരി പറഞ്ഞു. ആനയോട് വർദ്ധിച്ചു വരുന്ന ക്രൂരതയാണ് നമ്മളെ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചത്. ഇരിഞ്ഞാലക്കുട അമ്പലം പോലെ വലിയ വിശാലമായിട്ടുള്ള മതിൽക്കകളുള്ള സ്ഥലത്തൊക്കെ ആന എഴുന്നള്ളിക്കുന്നത് നമുക്ക് അംഗീകരിക്കാം. പക്ഷെ ചെറിയ സ്ഥലത്ത് ജനങ്ങളെ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് ആനയൊക്കെ എഴുന്നള്ളിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആനകളെ പാലിക്കുന്നവർ അത് വേണ്ട രീതിയിലല്ല പാലിക്കുന്നത് കൊണ്ടാണ് ആന ഇപ്പോൾ കൈവിട്ടു പോകുന്നത്. 800 കിലോഗ്രാം ഭാരമുള്ള ആനയെ റബ്ബർ, ഫൈബർ, മെറ്റൽ, മെഷ്, ഫോം ഷീറ്റ്, സ്റ്റീൽ എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. 5 മോട്ടോറുകളിൽ പ്രവർത്തിക്കുന്ന കൊമ്പന് തലയാട്ടാനും ചെവികളും കണ്ണുകളും ചലിപ്പിക്കുവാനും വാലാട്ടാനും തുമ്പിക്കൈ ഉയർത്തുവാനും വെള്ളം തെളിയിക്കുവാനും കഴിയും. ആളുകൾക്ക് കയറി ഇരിക്കാനും പ്ലഗ് ഇൻ ചെയ്ത് പ്രവർത്തിപ്പിക്കാനും കഴിയുന്ന തരത്തിലാണ് ആനയെ നിർമ്മിച്ചിരിക്കുന്നത്. പെറ്റ ഇന്ത്യ സഹകരണത്തോടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലേക്ക് നൽകുന്ന 5ാമത്തെയും തൃശൂർ ജില്ലയിലെ 2ാമത്തെയും യന്ത്രയാനയാണ് കോമ്പാറ കണ്ണൻ. TCV ഇരിങ്ങാലക്കുട.